ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും കരുതലിൻ്റെയും നന്മയുടെയും ഓണാശംസകൾ. ഇന്നത്തേത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഓണത്തിന് സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ഐറ്റം ആണല്ലോ രസം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സിമ്പിൾ ആൻഡ് ക്വിക്കായിട്ടുള്ള ഒരു രസമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതിൽ ഒന്ന് വെളുത്തുള്ളിയാണ്, പിന്നെ പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വലുപ്പത്തിൽ ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലെ പുളി വേണം, പിന്നെ ജീരകം വേണം, ചെറിയ ജീരകം, പിന്നെ കായം വേണം. കായത്തിൻ്റെ പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കറിവേപ്പില. ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു ഇച്ചിരി സാധനങ്ങളും കൂടെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോഴത്തേക്കും കണ്ടു നോക്കാം. ഇവിടെ ആദ്യം തന്നെ എടുത്തേക്കുന്നത് ഒരു 6 പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 6-7 പീസൊക്കെ ആയാലും കുഴപ്പമില്ല. ഇതിപ്പം അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. കുഞ്ഞു വെളുത്തുള്ളി ആണെങ്കിൽ കുറച്ചും കൂടി എടുക്കാം. അത് നല്ലതുപോലെ കല്ലിലിട്ട് ചതച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഇവിടെ ഞാൻ ഒരെണ്ണേ എടുക്കുന്നുള്ളൂ. ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. പിന്നെ അതിൻ്റെ കൂടെ എടുക്കുന്നത് കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കല്ലിലിട്ട് ചതയ്ക്കും. നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ടായാലും ചതയ്ക്കാം. അത് നല്ലതുപോലെ ഒന്ന് ചതച്ച് വെച്ചിട്ട് അതിലേക്ക് ജീരകം, ചെറിയ ജീരകയില്ലേ, അതും പിന്നെ കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും ഇതിൻ്റെ കൂടെ നല്ലതുപോലെ ചതച്ച് ചേർക്കും. ജീരകം നമുക്കൊരു 1 ടീസ്പൂൺ ഒക്കെ എടുക്കാം. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ ഒക്കെ മതി. ഇത് നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ വാളൻപുളി കാണിച്ചല്ലോ, ആ വാളൻപുളി നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ട് അതിനെ ഒന്ന് നല്ലതുപോലെ തിരുമണം. കൈകൊണ്ടാക്കുമ്പോഴത്തേക്കിനും അതിനകത്തുനിന്നുള്ള ആ പുളിയുടെ അംശം എല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. അതിനുശേഷം അതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരുന്ന തക്കാളി എന്ന് പറയുന്നത് നല്ല വലുപ്പമുള്ള തക്കാളിയായിരുന്നു. അത് കാരണം അതിൻ്റെ ഒരു 1/4 പോർഷനേ എടുക്കുന്നുള്ളൂ. ഒരുവിധം നമ്മളുടെ മീഡിയം സൈസുള്ള തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കാം. ഇപ്പം അത് ചെറിയ പീസായിട്ട് ഈ നമ്മളുടെ പുളിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ചേർക്കും. ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ക്വിക്കായിട്ട് രസം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു കൽച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് കൽച്ചട്ടിയോ മൺചട്ടിയോ എന്താണെങ്കിലും വയ്ക്കാം. ഇനി ഇതല്ല, അതിനൊക്കെ ആയിരിക്കും ടേസ്റ്റ് കൂടുതൽ. ചട്ടി ഒന്ന് ചൂടാവുമ്പോഴത്തേക്കിനും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേക്കിനും കടുക് പൊട്ടിക്കാം. അതിനുശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ വറ്റൽമുളക് ഒരു 3 ചെറിയ പീസൊക്കെ ഇടുന്നത്. വറ്റൽമുളകും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മസാല, ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന മസാലയുടെ കൂട്ടിലെ ആ മസാല കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. അത് നല്ലതുപോലെ ഒന്ന് മൂത്ത ഒരു സ്മെല്ലൊക്കെ, പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കൂടുതൽ വേണ്ട, ഒത്തിരി വേണ്ട, ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടി, പിന്നെ കായം ഒരു 1/2 ടീസ്പൂണൊക്കെ വേണം. പിന്നെ ചില ആൾക്കാർക്ക് കായത്തിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. അത് നല്ലതുപോലെ ഒന്ന് മൂക്കണം. എണ്ണയിൽ കിടന്നിട്ട് അങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പുളിവെള്ളത്തിൻ്റെയും തക്കാളിയും കൂടെ മിക്സില്ലേ, അത് ഇട്ട് കൊടുക്കാം. അതൊന്ന് തിളയ്ക്കണം. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യമുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ, 1 ഗ്ലാസ് വെള്ളമൊക്കെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. കായം കുറച്ചും കൂടെ വേണമായിരുന്നു. നമുക്കിവിടെ രസത്തിന് കുറച്ച് ഒരു കായത്തിൻ്റെ ടേസ്റ്റ് കുറച്ച് അറിയണം. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചും കൂടെ കായം ആഡ് ചെയ്യുന്നുണ്ട്, കായത്തിൻ്റെ പൊടി. പിന്നെ നല്ലതുപോലെ ഇതൊന്ന് നല്ലപോലെ തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ കുറച്ച് ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയില ഉണ്ടല്ലോ, അതൊരു ഒരു കൈയുടെ അത്രയും മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കിനും ഓഫ് ചെയ്യാം, അടച്ചു വെക്കാം. ഇത്രയേ ഉള്ളൂ പണി. ഒരു ക്വിക്ക് ആൻഡ് സിമ്പിൾ രസമാണ്. ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമ്മൾ വെറുതെ ഗ്ലാസ്സിലെടുത്തിട്ട് കുടിക്കുമല്ലോ, അങ്ങനെ കുടിക്കാനും നല്ലൊരു രസം ഇത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും. എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. കാണുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.